എന്താ കുക്കി? ഏയ് ഒന്നുമില്ല. റിയ, ഇത് പറഞ്ഞപ്പോ അങ്ങേരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? എക്സ്പ്രഷനോ? ഞാൻ അടുത്തുണ്ടായിരുന്നപ്പോഴാ ആന്റി വിളിച്ചേ. കോള് കട്ടാക്കിയപ്പോ എന്റെ നോട്ടം കണ്ടിട്ടാന്ന് തോന്നണേ നീ ഇല്ലാന്ന് പറഞ്ഞു അങ്ങ് പോയി. പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഞാൻ കണ്ടില്ല. ഓ ഭാഗ്യം. കുക്കി, നിനക്ക് ശരിക്കും പനിയാണോ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ചെറുതായിട്ട് ഒന്ന് കള്ളപ്പനിയ. ആരോടും പറയണ്ട, അയാളെങ്ങനെ പറഞ്ഞാൽ കൊല്ലും. അതുണ്ടാവും. ഈ ചേന എന്നോണ പറയുന്നത് തീരെ ഇഷ്ടമല്ല. ഞങ്ങായി. എന്നാ ഞാൻ പോക്കി. ഇനി നിന്നാലേ ഈ ചേന എന്നെ കൂട്ടാണ്ട് പോകും. ഓ ചെല്ല് ചെല്ല്. പിന്നെ ദിയോടും പറഞ്ഞേക്കിട്ടോ. എന്ത് കള്ളപ്പനിയാണ്? ഓ അതൊക്കെ പറയടി, അയാൾ കേക്കും. ഏയ് ഇച്ചായം പുറത്തേക്ക് പോയി. ഞാൻ എന്നാ പോട്ടേടി, പിന്നെ വിളിക്കാം. അയാൾക്ക് മനസ്സിലായി കാണുമോ? ഏയ് ഇല്ലായിരിക്കും. ഇല്ലെങ്കിൽ റിയനോട് പറഞ്ഞേനെ. ഓ എന്നാൽ ഈ മമ്മി എന്തിനത് വിളിച്ചു പറയാൻ പോയെ? ഞാൻ എന്താ LKG കുട്ടിയോ? ചിലപ്പോ മമ്മി പറഞ്ഞോണ്ടായിരിക്കും ഡൗട്ടില്ലാതിരിക്കുന്നത്. ആ നീ വന്നോ? നീയും കൂടി വരാതിരിക്കുമോ ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. നീയും കൂടിയെന്നോ? അപ്പൊ എന്നെ കുക്കി ഇല്ലേ? നോ, ആരോടും പറയണ്ട, അവൾക്ക് കള്ളപ്പനിയാ. എന്താ ശരിക്കും? അയ്യോ, അപ്പോ സാറിന് വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അവളില്ലാന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ അതിനെ കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ വിശ്വസിച്ചു കാണും. എന്നാ മതി. ഇല്ലെങ്കിൽ അവളുടെ കാര്യം എന്താവെന്ന് ഓർത്തു വെക്കി. ഹോ അതെ, ഇച്ചാന്റെ ക്യാരക്ടർ എനിക്കല്ലേ അറിയൂ. വാ ക്ലാസ്സിൽ പോവാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ, പോയം പ്രസന്റ് ചെയ്യാൻ ആൻഡ്രിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ക്ലാസ് കട്ട് ചെയ്ത് കാണും സാർ. ഇവളുമാർക്ക് ഇത് എന്താണ്? വല്ല അസുഖാണോ? ആർക്കറിയാം. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇരുന്ന കഞ്ഞിയിൽ പുറക്കുള്ളതെന്ന് പറഞ്ഞ അവളെ കാണാനിട്ട്. ഷീ വിൽ നോട്ട് കം ടുഡേ, സോ നമുക്ക് ചാപ്റ്റർ എടുക്കാം. എടി, അതെങ്ങനെയാ സാറിന് അറിയാവുന്നേ? അപ്പൊ ഉറപ്പ് അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. നീ ചുമ്മാ നോക്കി പേടിപ്പിക്കണ്ട. ഓ നിങ്ങൾ ഇനി അടി കൂടല്ലേ, നമുക്ക് അന്വേഷിക്കാനേ. കുക്കി, ഓളെ കഞ്ഞി കുടിക്കടാ, ക്ഷീണം മാറട്ടെ. കഞ്ഞിയാ? ആ കൊള്ളാം. പനിയാണ്, ക്ഷീണമാണ്, വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണ്ടാരം തുറന്നു വെച്ചോണ്ടിരിക്കാണോ നീ? ബോറടിക്കുന്നു മമ്മി. അതാ, ഇത് നോക്കിയിരുന്നാലേ ബോറടിയേ മാറൂ, അസുഖം മാറില്ല. അതുകൊണ്ട് ഈ കിടന്ന അടപ്പാക്കാണ്ടി കഞ്ഞി എടുത്ത് കുടിച്ചിട്ട് താഴത്തേക്ക് വാ. എന്നിട്ട് വേണേ ആ ഗാർഡനിലൊക്കെ ഒന്ന് പോയിരിക്കും. അവിടെയൊക്കെ പോയിരുന്നിട്ട് കാലം എത്രയായി? പോണത് പോട്ടെ, കണ്ടിട്ട് തന്നെ കൊല്ലങ്ങളായില്ലേ. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്തിലെ വെക്കേഷൻ ഒക്കെ പറയുന്നത് പാടത്തും പറമ്പിലൊക്കെ ആയിരുന്നു. ഇപ്പോഴോ ടൈം കിട്ടിയ ആ കുന്ത്രാട്ടം തുറന്ന് വെച്ചിരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ധൃതി. ഓ മമ്മി തുടങ്ങി. ഞങ്ങളൊക്കെ കളിച്ചിട്ടുള്ള കളികളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെയാ. മമ്മി സ്റ്റോപ്പ്. ഇപ്പൊ എന്ത് വേണം? ഞാൻ ഈ കഞ്ഞിയും കുടിച്ച് ആ ഗാർഡനിൽ പോയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പൊക്കോളാം, റെക്കോർഡിംഗ് ഓണാക്കണമെന്നില്ല. എന്നാ വേഗായിക്കോട്ടെ. ഓ ഇതിലും ഭേദം ക്ലാസ്സിൽ പോയിട്ട് അങ്ങേറെ വായിച്ചെന്ന് കയറുന്നതായിരുന്നു. എനിക്കറിയാം നിന്നെയൊക്കെ എങ്ങനെ റൂമിൽ നിന്ന് ചാടിക്കാന്ന്. ഈ ജീനിയോട് അവളുടെ കളി. ക്യാരിനി പോയാലോ? വിശക്കുന്നു. എന്നാ ബാ, നീ പറഞ്ഞപ്പോ എനിക്കും വിശക്കുന്നു. ചേച്ചിമാർ അവിടെ ഒന്ന് നിന്നേ. എന്തിനാ നിങ്ങളുടെ നേതാവ് ഇന്ന് കണ്ടില്ലല്ലോ? എന്താ നിന്റെ ഒക്കെ ചെവി ലാപ്പേറ്റി വെച്ചിരിക്കാണോ? സാറത്തല്ലേ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ തന്നെ അവളൊന്നില്ലാന്ന്. ഡീ കൂതര് പറഞ്ഞ് കളിക്കല്ലേ, മക്കള് വിവരം അറിയും. ഒന്ന് പോടി, നിങ്ങള് ഒള്ളത്തും. അല്ല, അപ്പൊ സാറിനെങ്ങനെ അറിയാം അവളില്ലാന്ന്? എന്തായി സാറായിട്ട് അവൾക്കൊരു ബന്ധം? ഇവള് അതെ, ഒരു ബന്ധമുണ്ട്. നിങ്ങൾ ആരോടും പറയണ്ട, സീക്രട്ട് അതാ. എന്ത് സീക്രട്ട്? അതോ, നമ്മുടെ സാറ് ഞങ്ങളുടെ കുക്കിയില്ലേ, കമ്മിറ്റഡാ. ഈ ടോം ആൻഡ് ജെറി കപ്പിൾസ് കേട്ടിട്ടില്ലേ?
അതാണ് സംഭവം. വാട്ട്? എന്താ വിശ്വാസം വന്നില്ലേ? എന്നാ നിങ്ങൾ സാറിനോട് ചെന്ന് ചോദിക്കേ. ദിയ, നീ വാ, നമുക്ക് പോവാം. ഇത് എനിക്ക് അപ്പോഴേ സംശയമുണ്ടായി. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ അവരെ രണ്ടുപേരെയും ലൈബ്രറിയിൽ വെച്ച് കണ്ടെന്ന്. അപ്പൊ എന്നെ വിശ്വസിച്ചില്ലല്ലോ. പിന്നെ അലീനെ, നീ എന്താ പറഞ്ഞേ? ഞാൻ കുശുമോണ്ട് പറഞ്ഞതാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഞാനിവിടെ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുക. അപ്പോഴവിടെ നീ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കണ്ടത് പറഞ്ഞു. നിങ്ങൾക്കിതെന്താണ്? ഇനി അവളുടെ പേര് പറഞ്ഞ നിങ്ങൾ തമ്മിൽ തല്ലല്ലേ? അവളെങ്ങ് വരട്ടെ, ഞാനവിടെ കാട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ ആരാന്ന്. ഞാൻ ഇത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരും തമ്മിൽ തെറ്റിക്കും, നോക്കിക്കോ. ഈ പെണ്ണെ, നീ എന്ത് പണിയെ കാണിച്ചേ? ഇതെങ്ങാനും അവളോ ഇച്ചാൻ അറിഞ്ഞാണ്ടല്ലോ പിന്നെ പറയണ്ട. ഏയ്, ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാൻ അവരുടെ വർത്താനം കേട്ട് ഭ്രാന്ത് പിടിച്ചപ്പോൾ ആവേശത്തിന് പറഞ്ഞതാ. കുഴപ്പമായോ? ചിലപ്പോ കുഴപ്പമാകും. അന്ന് വലിയ വർത്താനം പറഞ്ഞിട്ട് പോയത് അറിയില്ല ഇച്ചാൻ അവളുടെയാണെന്ന്. അതുകൊണ്ട് അവൾ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അവൾ വരുമ്പോഴത്തേക്ക് കുപ്പിയോട് ചെന്ന് ചോദിക്കും. പിന്നെ എന്താവോ എന്തോ. ആവേശത്തിന് പറഞ്ഞു പോയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉണ്ടായിരുന്ന വിശപ്പം പോയി. സത്യം. വാ, ഇനിയിപ്പോ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പോവാം. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. അപ്പൊ ബൈഡാ, നാളെ കാണാം. ആടാ, ബൈ. ബൈ സാർ. പിന്നെ രണ്ടുപേരോടായിട്ട് ആ കള്ളപ്പനിക്കാരിയോട് ഇന്ന് പഠിപ്പിച്ചതെന്താണെന്നും എഴുതിച്ചതെന്താണെന്നും പറഞ്ഞേക്ക്. ഇന്നത്തെ നോട്ടില്ലാതെ നാളെ വരണ്ടെന്നും ഞാൻ പറഞ്ഞെന്നും പറഞ്ഞേക്ക്. കള്ളപ്പനി ഇച്ചായനെന്തേ പറയുന്നേ? അതെ, ഞാനും ഈ പ്രായം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തമ്പുരാട്ടിനെ കാര്യം അറിയിച്ചേക്ക്. അപ്പൊ പറഞ്ഞു വന്നാൽ എന്റെ അഭിനയം വിജയകരമായി പൂർത്തിയായി അല്ലേ? അങ്ങനെ തന്നെ. നീ ഇനി നോട്ട് എഴുതാതെ കോളേജിൽ കാല് കുത്തി പോവരുത്. കാരണം ഇപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചേക്കണേ. നീ എന്തായാലും സാറിന്റെ കണ്ണിലുണ്ണിയല്ലേ. എനിക്കതവൻ തീരെ താല്പര്യമില്ല. ഓ, എഴുതിക്കോളാം. പിന്നെ വേറെന്തൊക്കെ സംഭവങ്ങളുണ്ടായി? പിന്നെന്താ, ആ നമ്മുടെ അലീനയും ഗ്യാങ് നിന്നെ അന്വേഷിച്ചു വന്നായിരുന്നു. ഓ, എന്തിന്? നീ വരാത്തതറിയാൻ. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? അത് നോക്കി ഞങ്ങൾ രണ്ടുപേരോട് കുറെ വർത്താനൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടിട്ടുണ്ട്. റിയ, നീ വെച്ചിട്ട് പോയേ. ഇപ്പൊ തന്നെ ടൈം വിട്ട് കഴിഞ്ഞ്. അവൾക്ക് ഒത്തിരി എഴുതാനുള്ളതല്ലേ. ആ, ശരിയാ, ഞാനിപ്പോ മറന്നേനെ. എന്നാ ഞാൻ പോയി എഴുതട്ടെ, നിങ്ങൾ സംസാരിക്കേ. എടി മഹാഭാവി, നീ എന്ത് പറയാനാ പോയേ? ഞാൻ ചുമ്മാ വിശേഷങ്ങളൊക്കെ പറയാൻ. മിണ്ടലും ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തൊലച്ചേന്. അതൊരു ഫ്ലോയ്ക്ക് വന്നതാ. നീ കൂടുതൽ ഫ്ലോയ്ക്കണ്ട. അവിടെങ്ങാനും പറഞ്ഞ് എന്നെ തല്ലിക്കൊല്ലും. ഓ, നീ ഇരുന്ന് ഇളക്കി. ഞാനാണെ പറഞ്ഞു പോയി. എന്തായാലും ഞാൻ പോണു. ഗുഡ് നൈറ്റ്. പിന്നെ അറിയാതെ പോലെ നീയായിട്ടത് പറയല്ലേ, എന്റെ അപേക്ഷയാ. ഞാൻ ശ്രമിക്കാം. നിനക്ക് കുറഞ്ഞോ കുക്കി? ഇപ്പൊ തലവേദന ഉണ്ടാ? ഇല്ല മമ്മി, സഹിക്കാൻ പറ്റുന്നതേ ഉള്ളു, കുഴപ്പമില്ല. സുഖവിവരം പറഞ്ഞത് വരുന്നുണ്ടേ, വാ, എനിക്ക് പോണം. ഓ, ഒന്ന് നിക്കിച്ചായ. ഇത്ര നേരത്തെ നിന്നിട്ട് നിനക്ക് ആരെങ്കിലും കാണാനുണ്ടാ? സംതിങ് എന്തോ ചിന്ത നടന്നുണ്ടോ എന്നൊരു സംശയം. അത് നീ കുളിക്കാഞ്ഞിട്ടാ. എത്ര ദിവസമായിട്ട് നീ കുളിച്ചിട്ട്? അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? സത്യം പറയടാ, നീ നിന്റെ കാമുകിനെ കാണാല്ലേ രാവിലെ കുറ്റി മറിച്ച് പോണേ? ആണെങ്കി എനി പ്രോബ്ലം. ഞാനൊന്ന് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. മമ്മി, മോനെ നോക്കിക്കോ, പോക്കത്ര ശരിയല്ല. അയ്യോ, നമുക്ക് പോണ്ടേ? ഹേയ് ഗോയ്സ്. എത്തിയോ? പനിയൊക്കെ എങ്ങനെയുണ്ട് കുക്കി? മതിയടി, നിർത്ത്. നാടൻ നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടാണോ വന്നേക്കണേ? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തീർക്കും. ഓ, എഴുതി. റിയയുടെ നോട്ട് നോക്കി അപ്പാടെ പകർത്തി വെച്ചിട്ടുണ്ട്. എന്താ ഏതാ എഴുതിയേക്കണെന്ന് മാത്രം ചോദിക്കരുത്, എനിക്കറിയില്ല. ബെസ്റ്റ്. എന്നാ ബാ, ക്ലാസ്സിലേക്ക് ചെലിക്കാം. മൂവർ സംഘം അവിടെ ഒന്ന് നിന്നേ. ഓ ഷിറ്റ്, കാലം പൊക്കി. കുക്കി. ഓ, ഇച്ചായൻ. കോപ്പ്. എന്താണെന്ന് പെറുപെറുക്കുന്നേ? നത്തിങ് സർ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവായിരുന്നു. എന്നാ പോട്ടെ. ആൻഡ്രി ഏത് മെഡിസിനാ കഴിച്ചേ? ഒറ്റ ദിവസം കൊണ്ട് പനി മാറാൻ ക്ഷീണം പോലും അല്ലല്ലോ. പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി ഇമാതിരി കള്ളസുഖമായിട്ട് വന്നാ ഞാൻ ആൻറ്റിയെ വിളിക്കും. അയ്യോ, ഞാൻ പേടിച്ചു പോയി. താനെന്താ ആളെ പഠിപ്പിക്കാൻ നോക്കുവാണോ? അതിന് വേറെ ആളെ നോക്ക്.
കുക്കി പ്ലീസ്, അടുത്ത പണി വാങ്ങി കൂട്ടല്ലേ. ഞങ്ങൾക്ക് വയ്യ സാറിന്റെ ചീത്തയൊക്കെ. അവര് തോന്നിക്കുന്നു. എന്നാ ബാ അന്നാമേ, എന്നാ നിന്റെ കോലുമുട്ടായി. സാറിനായിരുന്നോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചായ. ഗുഡ് മോർണിംഗ്. ഇതെന്നതാ ചെറുച്ചായ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് സ്ട്രോബെറിയാ വേണ്ടേന്ന്. ഇതെന്നാ മാങ്ങയോ? എന്റെ പൊന്നന്നാമേ, ഞാൻ അവിടെ എല്ലായിടത്തും ചോദിച്ചതാ, അവിടെ സ്ട്രോബെറി ഇല്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ആ കോല് പതിനെട്ടാ പോലെ തൽക്കാലം അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. തീർച്ചയായും അടുത്ത ദിവസം മേടിച്ചേനെ. എന്നാലും മാങ്ങ വേണ്ടായിരുന്നു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ജെറി, അവക്ക് ഇതൊന്നും മേടിച്ചു കൊടുക്കണ്ടെന്ന്. ചോദിക്കണൊക്കെ നീ മേടിച്ചു കൊടുക്കാന്നിട്ടല്ലേ കേട്ടോ നിന്ന്. കുക്കിമോളെ, ഇച്ചായന്റെ വല്ല ഹെൽപ്പും വേണ്ട. എന്താണോ കണ്ണൂർട്ടി പേടിപ്പിക്കണേ? ബേബി, ഈ പനി വന്നു കഴിഞ്ഞ ചില ആൾക്കാർക്കൊക്കെ അതെ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വന്നില്ലല്ലോ. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, എനിക്ക് പറഞ്ഞു തരാമോ? ഒരു മിനിറ്റ് നിക്ക് നോക്കി. ഇച്ചാൻ എന്താ പറഞ്ഞു വന്നേ? കിച്ചനൊന്നും പറഞ്ഞു വന്നില്ല. സാറിന് വന്നേ. എന്തേലും പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞോളൂ. എന്തോ കേട്ടില്ല. അല്ല, ഞാനൊരു തമാശ പറഞ്ഞത് പോലെ സാറൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതാ. ഇയാളെ വെച്ച് പറഞ്ഞ പന്നിപ്പടക്കം വെച്ച് കൊച്ചു. എനിക്കൊന്നും സഹിക്കുന്നില്ല. അവരുടെ സാറിനെ വിളിച്ചോണ്ട് പോകുന്നു. എന്നാലും ആ ചെറുച്ചെന്തെങ്കിലും അവർക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കുന്നു. എന്തായാലും അവര് പറഞ്ഞ ആ കാര്യം കറക്റ്റാണ്. അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള ഇപ്പം അവിടെ പറഞ്ഞത് തമാശ എന്ന് വിചാരിച്ചേ. ആ പോക്ക് കണ്ടിട്ട് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല. നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അലീനെ. താൻ ഇന്നിപ്പോ എന്നെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്നലത്തെ പോഷൻ പറഞ്ഞതെന്നു. ആൻഡ്രിയ, തനിക്കൊന്ന് നന്നായിക്കൂടി. അങ്ങനെ പറയില്ലേ സാർ, അതെനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? സ്വഭാവം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ. അപ്പൊ ഈ ഇന്നലത്തെ കള്ളസുഖത്തുകാരെ ആർക്കൊക്കെ അറിയാം? ഞാൻ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയത് നിന്റെ കാട്ടായം കണ്ടിട്ട്. എന്തായാലും അതവിടെ കൊണ്ട്. സത്യം പറഞ്ഞ പെട്ടെന്നെടുത്ത പ്ലാനായോണ്ട് ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ആകപ്പാടെ ദിയനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അവളോട് ദിയനോട് പറയാനും പറഞ്ഞു. പക്ഷേ സാർ അത് പൊക്കി. അതുകൊണ്ടാ, ഇല്ലേ വേറെ ആരും അറിയില്ലായിരുന്നു. അത് വിട്. ഇപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, അതേ പിച്ചാൻ അറിയാണ്ടിരിക്കാൻ. ഇങ്ങനത്തെ കാര്യത്തിന് സപ്പോർട്ട് ഇത്തിരി കുറവാ. അപ്പൊ വെറുതെ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നാ വാ പോവാം, എനിക്കടുത്ത ക്ലാസ് ഉള്ളതാ. പിന്നെ ഇന്നലെ പഠിപ്പിച്ചതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇനി അങ്ങ് വന്ന് ചോദിക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളു. താനെന്തേലും പറഞ്ഞോ? ഇല്ല സാർ, വന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. ഓ, അപ്പൊ തനിക്കെല്ലാം അറിയാവോ? എന്നാ ഇന്നലത്തെ പ്രസന്റേഷൻ നമുക്ക് ഇന്നങ്ങ് ആക്കിയാലോ? അയ്യോ സാർ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആൻഡ്രിയക്ക് ഇപ്പൊ കുറച്ച് ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്. എന്തായാലും എന്റെ അടുത്ത് വന്ന് ചോദിച്ചു മനസ്സിലാക്കിട്ട് പോവാൻ നോക്ക്. ഈ കാലം എന്നെ കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. വരുന്നില്ലേ? ആ, വരണം. എന്ത് ക്രീമാ മുഖത്തിടുന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇടാറില്ല ചേട്ടാ. ഇത് ജന്മന ഇങ്ങനെ തന്നെയാ. ഓ, ജന്മന ഇങ്ങനെയാ? എന്തായാലും കൊള്ളാം. എടാ എബി, ഒരു ടിഷ്യൂ എടുത്തടാ, തേനൊഴിക്കാണ്. ഇവിടെ നല്ല വെയിലല്ലേ? നീ എന്തിനാ വെറുതെ വെയിലുള്ളന്നേ? വെയിലൊക്കെ കൂടെ ടാലടിച്ച് മുഖമൊക്കെ കറുത്തു പോയാലോ? അങ്ങനെ കറക്കുവാണെങ്കിൽ നിങ്ങൾ പെയിന്റ് അടിച്ച് പഠിപ്പിച്ചോളാം. നശിപ്പിച്ച് മൂരാജി. ആൽവിളിച്ചാൽ എല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ, വെയിലാന്ന് പറഞ്ഞതാ. അതെ, നല്ല വെയിലാ, അതുകൊണ്ട് ടാനടിക്കും. വേഗം കയറി പോ ക്ലാസ്സില്. അപ്പൊ ദിയെ ഞാനങ്ങോട്ട് ചെല്ലേ. സമ്മതിക്കൂല കുരുപ്പ്. ഇത് ഞാൻ സമ്മതിക്കൂല. എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. നിങ്ങളായി നിങ്ങളുടെ കാര്യമായി. ക്ലാസ്സിൽ പോ. ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ആ കുക്കി, വേഗം വാ. ഇനി ഇങ്ങനെ നമ്മൾ പുറത്തു നിർത്തിയാലോ? അത് ശരിയാ, അയാൾ അതും ചെയ്യത്തിനപ്പുറവും ചെയ്യും. അയ്യോ, സാറ് വന്നടി. അപ്പൊ ഐശ്വര്യമായിട്ട് ചീത്തകെട്ട് കയറാം. അയ്യോ എന്റെ കർത്താവേ, നിച്ചാൻ ഏത് മൂഡിലാണോ ആവോ? എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങള് കേറിക്കോട്ടെ? കേറി പോരല്ല. ഒന്നും പറഞ്ഞില്ല.
എന്തേ നിനക്ക് പറയാത്തതാണോ സങ്കടം? ആ ഇങ്ങോട്ട് മിണ്ടാണ്ട് വന്ന് കേറിയേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടീ എനിക്ക് ഉറക്കം വന്ന്. പൊന്നു കുക്കി അടങ്ങിയിരിക്കെ, കുറച്ചു നേരം കൂടി വെള്ളടിക്കൂലേ. അയ്യോ കണ്ടു, ഇപ്പൊ തന്നെ പൊക്കും. എന്ത് ചെയ്യും? ആൻഡ്രിയ, സാർ വല്ലാത്ത സ്റ്റമക് പെയിൻ. ഞാനൊന്ന് വാഷ്റൂം വരെ പൊക്കോട്ടെ പ്ലീസ്. ഇവക്ക നീ അറിഞ്ഞോ? ഇപ്പൊ അറിഞ്ഞു. നമ്മളോട് എന്താ പറയാഞ്ഞേ? ഇതൂടായിപ്പാ ഇച്ചായ വിളിച്ചപ്പോഴല്ലേ പറഞ്ഞത്. അപ്പൊ അത് തന്നെ. ചെല്ല്. താങ്ക് യു സാർ. എടി പോയിട്ട് വരാവേ. ഈ ബെല്ലടിച്ചിട്ടേ കയറുന്നുള്ളൂ. എനിക്ക് വയ്യ നീങ്ങാറ് മുമ്പിൽ ചെന്ന് ചാടാൻ. ഇപ്പൊ പോയി കാണുമായിരിക്കും. എന്തായാലും ക്ലാസ്സിൽ പോയി നോക്കാം. എവിടെയെങ്കിലും ഉണ്ടാവില്ല കർത്താവേ. ഓടിപ്പോന്നതാ നല്ലത്. അയ്യോ എന്റെ മമ്മി. അയ്യോ സോറി സോറി ആൻഡ്രിയ, എന്തിനു പറ്റിയോ? ഇല്ല ഒന്നും പറ്റിയില്ല. അല്ല എന്നെങ്ങനെ അറിയാം? ആ അത് കൊള്ളാം, നമ്മളൊരു ക്ലാസ് ആൻഡ്രിയ. ആണോ? അയ്യോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതാ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആൻഡ്രിയനെ വന്ന മുതൽ തന്നെ അറിയാം. സെക്കൻഡ് ഡേ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഞങ്ങൾ ആളെ കണ്ടതാ. പിന്നെ ആൻഡ്രിയ ക്ലാസ്സിൽ ഫേമസ് ആണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ പേര് കേൾക്കുമ്പോൾ ആളെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ആൻഡ്രിയ എപ്പോഴും ബിസി ആയിരുന്നോണ്ട് ഞങ്ങളെ കാണാത്തതാ. അതുപോട്ടെ, എന്താ പേര്? അത് പറഞ്ഞല്ലോ അല്ലേ. എന്റെ പേര് മാക്രി. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു, ഞാൻ നിന്നെ അവിടെയൊക്കെ തപ്പുമായിരുന്നു. മാക്രിയോ? അത് കൊള്ളാലോ. അല്ല, എന്റെ പേര് മാർക്കോന്നാ. അവൻ വിളിക്കുന്നതാണ് മാക്രി എന്ന്. പക്ഷേ മാക്രിയാക്ക് ചേരും. ഓ താങ്ക്സ്. ഇതാര്? ആൻഡ്രിയോ. സ്റ്റോക്ക് പെയിൻ ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റൊമക് പെയിനും അത് കുറവുണ്ട്. കുക്കി നീ ഇവിടെ വന്ന് നിക്കുവായിരുന്നു? ഞാൻ ദേ വന്ന വഴിക്ക് ഇവരെ കണ്ട്. അപ്പൊ ഇവരോട് സംസാരിക്കുവായിരുന്നു. ഇവര് നമ്മൾ ഒരേ ക്ലാസ്സല്ലേ? ആടി, ഇവരിപ്പൊ പറയുമ്പോഴാ ഞാൻ അറിയുന്നേ. ഞാൻ ഇവരെ ആദ്യമായിട്ടാ കാണുന്നേ. ഇത് മാർക്കോ, ഇത് ഇവൻ പ്രവീൺ. നിങ്ങള് ഇത് ദിയൻ, ഇത് റിയം അല്ലേ? അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ പേര് അറിയാത്തെ. ആൻഡ്രി ഇന്നലെ വന്നില്ലല്ലോ, എന്തു പറ്റി? അത് പനിയായിരുന്നു. പനിയാ? കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. ഇന്നലെ മാത്രോ? അതെ, സത്യം പറഞ്ഞ കള്ളപ്പനിയായിരുന്നു. ഒന്നും മുങ്ങാൻ. ഓ അങ്ങനെ. പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞാണോ? അത് തന്നെ. അത് പഠിക്കാൻ വന്നിന് അങ്ങേ എന്നെ തൂക്കുന്ന എനിക്കറിയായിരുന്നു. വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. സോ അടവെടുത്തു. വീട്ടുകാരെ പറഞ്ഞൊക്കെ അങ്ങ് ഒതുക്കി നിർത്തി. പ്രസന്റേഷനോ? എന്തിന്റെ? അതിന് ക്ലാസ്സിൽ എണീറ്റിരിക്കണം. എപ്പോഴും കിടന്ന് ഉറങ്ങിയാ അതറിയാൻ പറ്റൂല. അയ്യോ, പറയണ കേട്ടാ തോന്നുന്നു അവൻ ഉറങ്ങാറില്ലാന്ന്. നീ അല്ലാടെ എന്ന് എന്നെ വിളിച്ചോണ്ട് മിസ് കാണാത്ത സ്ഥലത്ത് നോക്കിയിരിക്കണം, സാറ് കാണാത്ത സ്ഥലത്ത് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടോണേ. എന്നിട്ട് ഞാനിതൊക്കെ അറിഞ്ഞല്ലോ, നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത് നീ ചതിയനായോണ്ട്. നീ എന്നെ മയക്കി കിടത്തിട്ട് നീ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എനിക്കെല്ലാം മനസ്സിലാവണ്ടടാ. ഉറക്കത്തിന് ആൾക്കാരാ. അപ്പൊ ഇവരെനിക്ക് ചേരും. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ്. ഒന്നിന് സഹിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ മൂന്നിന് സഹിക്കേണ്ട അവസ്ഥയല്ലോ. അതെ, ഇതും കൂടി ഇനി ഇച്ചായനെ അറിഞ്ഞ പൂർത്തിയായി. പിന്നെ നിന്റെ ഒരു ഇച്ചായൻ അങ്ങേരോട് പോയി വല്ല പൂര പറമ്പ തുള്ളാൻ പറ. പിന്നെ എന്നെ പേടിപ്പിക്കാൻ അങ്ങോട്ട് വാ, ഞാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. ആഹാ, ഇങ്ങനെ എന്നാ സാറിന്റെ മുമ്പിലൂടെ പോയി പറയാമോ? കേൾക്കാനൊരു കൊതിയും കൊണ്ട്. അല്ല, നിങ്ങൾ എന്തീ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെന്റെ പിള്ളേർക്ക് ചേച്ചി പിന്നെ പറഞ്ഞുതരാം. വാ ക്ലാസ്സിൽ. അല്ല, നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? അത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളിതേ പുറകില്. നിങ്ങളിരിക്കണ എവിടെയാ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഞങ്ങൾ ഇരിക്കണ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ, ബാക്കില്. ഇത്ര അടുത്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കണ്ടില്ല. ഹോ സാരല്ല, ഇപ്പൊ കണ്ടല്ലോ. ഇനി നമുക്ക് ലഞ്ച് ബ്രേക്കിന് കാണാം. അപ്പൊ ബൈ. അവന്മാര് കൊള്ളാലേടി, നമുക്ക് പറ്റിയ കമ്പനി. അതൊക്കെ, പക്ഷെ ഞങ്ങളെക്കാളും പറ്റിയത് നിനക്കാ. കാരണം അവന്മാരെ കണ്ടറിയാം നിന്നെ പോലെ തന്നെ ഉടായിപ്പാന്ന്. പക്ഷെ നിന്നെ എല്ലാം പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ ചോദിച്ച മേടിച്ച്. ഇരിക്കും. ആൻഡ്രിയ, നിങ്ങളൊക്കെ ക്യാൻറ്റീനിൽ നിന്നല്ലേ ഫുഡ് കഴിക്കുന്നേ? എന്നും ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറില്ല, ചിലപ്പോ കൊണ്ടുവരും. പക്ഷെ ഇന്ന് ക്യാൻറ്റീനിൽ പോവാ. ആൻഡ്രിയ, നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞിരുന്ന കാര്യം എന്താ? അത് പറയാന്ന് പറഞ്ഞല്ലോ. ആദ്യം തന്നെ ഈ ആൻഡ്രിയ എന്നുള്ള വിളി നിർത്ത്. കുക്കി എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇപ്പൊ വന്ന് എന്റെ പേരെ ഞാൻ വെറുക്കണ അവസ്ഥയെ. അതുകൊണ്ട് ആ പേര് വിളിക്കണ്ട.
ആ ഓക്കെ കുക്കി. ഇനി പറ, എന്താ പറയാ വന്ന കാര്യം? അത് നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫസർ ഇല്ലേ, റോഹൻ സാർ, അതാരാന്നറിയോ നിനക്ക്? ഈ നിക്കണ റിയയുടെ ചേട്ടനാ. ഏ ശരിക്കും? അയ്യോ, പുലിമടയിലേക്കാണോ വന്ന് കേറിയത്? ഞങ്ങളിടക്കൊക്കെ സാറിന്റെ കുറ്റം പറയാറുണ്ട്. ഇനിയിപ്പോ എങ്ങനെ പറയും? അതോർത്ത് നിങ്ങൾ മേടിക്കുന്നു വേണ്ട. ഇവിടെ 24 മണിക്കൂർ ഞാൻ കുറ്റം പറഞ്ഞോണ്ടിരിക്കല്ലേ. അവളുടെ ചേട്ടനാണെന്താ നമുക്കും അറിയാമേ. ഓഹോ, എന്റെ ചേട്ടൻ. അപ്പൊ നിന്റെ ആരാ കുട്ടി? അത് അങ്ങ് പറ, അവരോട് കേക്കട്ടെ. എന്റെയും ചേട്ടൻ. അതിനിപ്പോ എന്താ? അയ്യോ, വീണ്ടും ട്വിസ്റ്റ്. എന്താടാ ഇത്? ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, എനിക്ക് ഇവര് പറയണമെന്ന് മനസ്സിലാവണില്ല. അതി പറയുവാണെങ്കിൽ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാവോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊരു വലിയ കഥയാ. അങ്ങനെ നമ്മുടെ പിള്ളേർ അവർ കണ്ടപ്പോ മുതൽ വീട്ടിൽ വന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ വെറുതെ അല്ല സാർ ഇടക്കിടക്ക് ഇങ്ങനെ ആൻഡ്രിയാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, 10 ദിവസം ഈ ഇടിയും ബഹളം ഉണ്ടായി ചെന്നാന്ന് എന്നെ കാണേണ്ടത്. ആദ്യത്തെ സംഭവമായിട്ട് ഭയങ്കര സീനായിരുന്നു. പക്ഷെ പിന്നെ ഇവളുടെ അടുത്ത് വരുമ്പോ മൊത്തം ഇതായപ്പോ നല്ല ശീലായി. ആ എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. ഇതെന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? എടാ, സീനിയേഴ്സ് മിക്കവാറും റാഗിങ്ങിന് ഇറങ്ങിയതായിരിക്കും. ഇതേതാ രണ്ട് പുതുമുഖം? ഇതിനു കൂടെ കണ്ടിട്ടില്ലല്ലോ. നൺ ഓഫ് യുവർ ബിസിനസ്. ഇതെന്താടാ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തായാലും വന്നാലേ എനിക്കൊരു ബനാന മിൽക്ക് മേടിച്ചോണ്ടോ. മോള വാൾസിൽ വരച്ചിരിക്കുന്ന പെയിന്റിങ്സ് ഒക്കെ കണ്ടാ? കണ്ടു. അതിന് അങ്ങോട്ടും നോക്കിയിരുന്നു, അത് കിട്ടും. അവിടെ ഒരു ബനാന മിൽക്ക്. എന്തെങ്കിലും കാര്യം ചോദിച്ചാ തൊള്ള തുറക്കാനറിയാം. ആവശ്യങ്ങൾ മൊത്തം ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. നിനക്കിപ്പോ ഞാൻ മേടിച്ച് തന്നില്ല. സംതിങ് ഫിഷി. ആടാ, എനിക്കും തോന്നി എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇവിടെ. എന്തായാലും അവര് പോട്ടെ, എന്നിട്ട് ചോദിക്കാം. അവരുടെ കൂടെ കൂടി പോകുന്നത് മൊത്തം സസ്പെൻസാ. ഓരോന്ന് പൊട്ടി പൊട്ടി വരുന്നേ ഉള്ളൂ. ഇനി ഇതെന്താണോ ആവോ, ചോദിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ എനിക്ക് വാങ്ങിച്ചു തരില്ല? ഉറപ്പാണോ? വാങ്ങിത്തരില്ല. നീ എന്ത് ചെയ്യും? ചെറുച്ചായ. ഓ പറ അന്നാമ്മേ. എനിക്ക് ബനാന മിൽക്ക് വേണം, അതും 2 ബോട്ടില്. ഒരു 2 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം. ജെറി, നീ എവിടെ നിക്ക്. ഇനി നിനക്കെന്താ വേണ്ടേ? നീ എങ്ങോട്ടാ? അല്ല, അന്നാമിക്ക് ബനാന മിൽക്ക് മേടിക്കാൻ. ആരോട് ചോദിച്ചിട്ട്? അതിനാരോട് ചോദിക്കണം? നിന്നോടോ? നീ ആര്? ജർണിച്ചാന് കെട്ടിയോളോ? കുക്കി, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അത് കൊള്ളാം. ഇവനിപ്പോ വല്ലാത്ത തൊല്ലയല്ലോ. നിന്നോട് ഞാനിപ്പോ വല്ലതും പറഞ്ഞോ? നിനക്ക് ബനാന മിൽക്ക് മേടിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്നാ മേടിച്ച് തന്നോടെങ്കിലും തരട്ടെ. അവരെയും പറഞ്ഞുവിടില്ലാന്ന് വെച്ചാ? ഓ, തുടങ്ങി രണ്ടും. നിനക്ക് ബനാന മിൽക്ക് ഞാൻ മേടിച്ചു തരാം. എബി, നീ അവിടെ വേണ്ടാന്ന് നിൽക്ക്. ഞാനല്ലേ മേടിച്ചു കൊടുക്കണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഇനിയും ചോദിക്കും, ഇതുപോലെ പലതും ചോദിക്കും. നീ എല്ലാം മേടിച്ചു കൊടുക്ക്. നീ ഒരൊറ്റ ഒരുത്തം കാരണം അവൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്. നീ ഇപ്പൊ മേടിച്ചു കൊടുത്തിട്ട് അവൾ ആരോട് പോയി ചോദിച്ചാനെ? ഞാൻ ആൽവിനിച്ചോട് ചോദിച്ചാനെ. ഇല്ലേ, ആൽവിച്ചാൻ എനിക്ക് മേടിച്ചു തരില്ലേ? അതിനെന്താ, ഞാൻ മേടിച്ചല്ലോ കുക്കി പോക്ക്. തീക്ക് വേണോ ബനാന മിൽക്ക്? ബെസ്റ്റ്. എബി, നീ ഇവിടെ നോക്ക്. ഇത് നിങ്ങളുടെ വീടല്ല, കോളേജ് ക്യാൻറ്റീനാണ്. സോ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടും പാടും ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം മുതൽ ഇവിടെ കയറി തിന്നാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഇന്നത്തേക്ക് ഒരു ദിവസം ഞാൻ നമുക്ക് മേടിച്ചു കൊടുക്കട്ടെ. അടുത്ത ദിവസക്കാലം അടുത്ത ദിവസമല്ലേ, നമുക്ക് അന്നേരം ആലോചിക്കാം. നീ ഇത് തന്നെ പറയും, അടുത്ത ദിവസക്കാലം അടുത്ത ദിവസം. എന്നിട്ട് അടുത്ത ദിവസം അവൾ ചോദിച്ചാൽ നീ മേടിച്ചു കൊടുക്കും. ഇല്ലേ? ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എടാ, അവള് കൊച്ചല്ലേ, അവൾ ഇതൊക്കെ കഴിക്കട്ടെ. അതിനിപ്പോ എന്താ? ഓ കൊച്ച്, നാളെ അവള് വന്നിട്ട് കുറച്ച് വിഷം മേടിച്ചു തരാൻ പറഞ്ഞ നീ അതും മേടിച്ചു കൊടുക്കുവോ? നീ എന്തുവാടാ എബി ഇങ്ങനെ പറയുന്നേ? ഓ, ഇപ്പൊ ഞാൻ പറയുന്നതായ കുറ്റം. നീ ഇതൊക്കെ മേടിച്ചു കൊടുക്കായിരുന്നിട്ടല്ലേ? ഇവൾ ഓരോ ദിവസവും വന്ന് ചോദിക്കും, നീ ഓരോ ദിവസവും മേടിച്ചു കൊടുക്കും. ഒരു ദിവസം എത്ര കുപ്പി കുരു പഠിച്ചായിട്ട് നിനക്ക് അറിയാവോ? നിങ്ങൾ ഇങ്ങനെ വഴക്കിടല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തല്ലി തീർക്കാം. രണ്ടിന്റെ സമാധാനമല്ലോ. ഇനി ബനാന മിൽക്ക് മേടിക്കുമ്പോ പോ, നീ ഇവിടെ ഇരിക്കും, സമാധാനപ്പെട്. എടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇവക്ക് വേണ്ടിയല്ലേ ഇപ്പൊ ഇവർ അടി ഉണ്ടാക്കിയത്? അതെനിക്ക് തോന്നിയതാണോ അതോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, എല്ലാം പറഞ്ഞു തരാം. ഇച്ചിരി നേരം വീട്ടിൽ നോട്ടെ, പിന്നെ അവരുടെ അടി അതും കാര്യാക്കണ്ട. എന്നാ എന്നാമേ നിന്റെ ബനാന മിൽക്ക്? ഇതും കുടിച്ചുകൂടെ മിണ്ടാണ്ടിരുന്നോളാം. ഇനി അടി ഉണ്ടാക്കിയ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ പുറത്തു കളയും. അയ്യോ,
ചെറിച്ചയ അങ്ങനൊന്നും പറയില്ലേ. ഞാൻ പറയും, നിനക്ക് വേണ്ടി ഇപ്പൊ ചീത്ത കേട്ട് ഞാൻ മടുത്ത്. നോക്കണേ എന്നാ ഇത് വേണ. ഓ എനിക്കെങ്ങ് വേണ്ടേ, ഉണ്ടാണ്ടിരുന്ന് മുണുങ്ങ്. പിന്നെ നീ വേണമെന്ന് പറഞ്ഞ എനിക്കിപ്പോ ഞങ്ങൾ വന്നു. അന്നാമേ അയ്യോ ഇല്ല, ഞാൻ നിർത്തി. സോറി. എന്താ പയോർ കിട്ടും. ആ മതി ഇവിടെ കളിച്ചിരിച്ചിരുന്നത്. വേഗം കഴിച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ നോക്ക്. ബെല്ലടിക്കാറായില്ലേ? ചെല്ല്. പിന്നെ കുക്കി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഞാനല്ല ഇച്ചായനാ നിന്നെ നോക്കുന്നത്. അത് ഓർത്താ നല്ലതാ. എന്നെ സോപ്പിടും പോലെ അവിടെ സോപ്പിട്ട് ചെന്നാലേ ഏക്കൂല. അത് ഓർമ്മ വെച്ചോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിലിരുന്നു. അയ്യോ എന്റെ കർത്താവേ, അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നു. ഇന്ന് രാവിലെ ആ കാലമാടങ്ങൾ പറഞ്ഞതായിരുന്നു ഇന്നത്തെ ടോപ്പിയൊക്കെ വന്നാ പറഞ്ഞു തരാന്ന്. ഞാനതൊക്കെ പാടെ മറന്നു. ഞാൻ എന്നാ ചെല്ലട്ടെ. ഇനി അയാള് പറഞ്ഞാലും മമ്മീനെ ഞാൻ വിളിച്ചാലോ? മമ്മിയാണ് നോക്കിയിരിക്കുക. ഞാൻ എന്തായാലും പോവാണേ. എന്നാ നിങ്ങളെ ക്ലാസ്സിൽ നിൽക്ക്, ഞാൻ വന്നേക്കാവേ. അയ്യോ അല്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലും. അല്ല കുക്കി, അത് പോയാ? സാറിന് പേടിയില്ലെന്ന് പറഞ്ഞ ആളാ. ഓള് നോട്ടം കണ്ട. സാർ, may I get in?